ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദേവിയും ചണ്ഡമുണ്ടാസുരന്മാരുമായിട്ടുള്ള യുദ്ധമായിരുന്നു. ദേവി അതിവേഗത്തിൽ പാഞ്ഞു വന്ന അസുരന്മാരുടെ സൈന്യത്തിൽ പെട്ട അസുരന്മാരുടെ സൈന്യത്തിൽപ്പെട്ട എല്ലാവരെയും താഴെയിട്ട് താഴെ തള്ളിയിട്ട് കൊന്നു. പിന്നെ കുറേ പേരെയൊക്കെ തിന്നു. പിന്നെ ആനയുടെ പിന്നാലെ നടക്കുന്ന ആനക്കാരനും ആനയെയും മണിയെയും എല്ലാം ഒന്നിച്ച് തൻ്റെ വായിലേക്ക് എടുത്തെറിഞ്ഞ് അവരെ എല്ലാം കൊന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇന്ന്. പിന്നെ എന്തുണ്ടായി, അതാണ് ഇവിടെ തുടങ്ങുന്നത്. തഥായേവ, അപ്രകാരം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് ആദ്യം ഓരോ ശ്ലോകങ്ങൾ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ആദ്യത്തെ ശ്ലോകം, 10ാമത്തെ ശ്ലോകം. തഥൈവ യോധം ദുരഗൈഃ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈഃ ചർവയന്തി അതിഭൈരവം. തഥാ ഏവ തഥൈവ യോധം തുരഗൈഃ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈഃ ചർവയന്തി അതിഭൈരവം. ഇതാണ് വാക്കുകൾ. അപ്പം ദശനൈർ ചർവയന്തി അതിഭൈരവം എന്ന് ഒന്നിച്ചും പറയാം. ദശനൈഃ ചർവയന്തി അതിഭൈരവം എന്ന് വേറെ അങ്ങനെയും വായിക്കാം. അപ്പം എങ്ങനെയാണ് വായിക്കണ്ടേ? തഥൈവ യോധം ദുരഗൈഃ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈർ ചർവയന്തി അതിഭൈരവം. ദശനൈഃ എന്നവിടെ വിസർഗം ചേർത്ത് പറഞ്ഞിട്ട് ചർവയന്തി അതിഭൈരവം എന്ന് വായിക്കാം. അപ്പോൾ തഥാ ഏവ, അപ്രകാരം തന്നെ, യോധം തുരഗൈഃ യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന തുരകങ്ങൾ. തുരകം എന്ന് പറഞ്ഞാൽ കുതിരകളെ, രഥം കുതിരകളെയും രഥത്തിനെയും സാരഥിനാ സഹ സാരഥിയോടുകൂടി, ആ രഥത്തെ തെളിക്കുന്ന അതിനെ നയിക്കുന്നവൻ, ഒരു ഇത് പോവുകയാണെങ്കിൽ ഒരു രഥം ഉണ്ടെങ്കിൽ അതിനെ തെളിക്കാൻ ഒരാളുണ്ടാവും, അതാണ് സാരഥി. അപ്പോൾ ആ രഥത്തിൻ്റെ സാരഥിയെയും രഥത്തെയും കുതിരകളെയും നിക്ഷിപ്യ വക്ത്രേ നിക്ഷിപ്യ, വക്രം മുഖം, വായ് എന്നൊക്കെ അർത്ഥം, വായിലേക്ക് നിക്ഷേപിച്ചിട്ട് ദശനൈഃ ചർവന്തി അതിഭൈരവം, അതിഭയങ്കരമായിട്ട് ദശനൈ പല്ലുകളെ കൊണ്ട് ചർവയന്തി അതിഭൈരവം, ഭയങ്കരമായിട്ട് ചർവയന്തി എന്ന് പറഞ്ഞാൽ ചവച്ചരച്ചു എന്ന് പറഞ്ഞാൽ വായിലേക്ക് എടുത്തെറിഞ്ഞിട്ട് ഈ രഥവും കുതിരയും അതിൻ്റെ സാരഥി എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് വായിലേക്ക് എടുത്തിട്ടിട്ട് അതിഭയങ്കര ശബ്ദത്തോടുകൂടി ചവച്ചരച്ചു എന്നർത്ഥം. ഒരു ബുൾഡോസർ വരുന്ന പോലെ അല്ലേ, ദേവി വന്നു. എന്നിട്ട് എല്ലാത്തിനെയും പെറുക്കി വായിലേക്കിട്ട് ചവച്ചരച്ചു. ചർവയന്തി അതിഭൈരവം, അതിഭയങ്കരമായി ചവച്ചരച്ചു. തഥൈവ യോധം ദുരഗൈഃ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈഃ ചർവയന്തി അതിഭൈരവം.
അതുപോലെ യുദ്ധപരിശീലനം സിദ്ധിച്ച കുതിരകളോടും സാരഥിയോടും കൂടി രഥത്തെ ദേവി വായിലേക്കെടുത്തെറിഞ്ഞ് അതിഭയങ്കരവണ്ണം ചവച്ചരച്ചു എന്ന ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ശ്ലോകം ഏകം ജഗ്രാഹകേശേഷു ഗ്രീവായാമഥ ചാപരം പാദേനാക്രമ്യ ചൈവാന്യം ഉരസാന്യം അബോധയത്. വാക്കുകൾ നോക്കാം. ഏകം ജഗ്രാഹ കേശേഷു ഗ്രീവായാം അഥ ഗ്രീവായാമഥ ചാ അപരം ചാപരം പാദേന ആക്രമ്യ ചാ ഏവ അന്യം ചൈവാന്യം ഉരസ അന്യം അല്ലെങ്കിൽ ഉരസാനി അബോധയത് ഉരസാന്യം അബോധയത് എന്ന് ഒന്നിച്ച്. ഏകം ജഗ്രാഹകേശേഷു ഗ്രീവായാമഥ ചാപരം പാദേനാക്രമ്യ ചൈവാന്യം ഉരസാന്യം അബോധയത്. ഏകം ഒരുത്തനെ ജഗ്രാഹ പിടിച്ചു. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിടിക്കുക. ജഗ്രാഹ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ പിടിച്ചു. എവിടെയാണ് പിടിച്ചത്? കേശേഷു തലമുടിയിൽ പിടിച്ചു. ഗ്രീവായാം അഥ ച അപരം വേറെ മറ്റൊരുത്തനെ കഴുത്തിന് പിടിച്ചു. ഗ്രീവം കഴുത്താണ്, കഴുത്തിന് പിടിച്ചു. കേശം തലമുടിയാണ്. ഒരുത്തനെ തലമുടിയിൽ പിടിച്ചു, വേറൊരുത്തനെ കഴുത്തിന് പിടിച്ചു. ച അപരം മറ്റൊരുത്തനെ പാദേന ആക്രമ്യ പാദം കൊണ്ട് ആക്രമിച്ചു. പാദം കാലുകൊണ്ട് പിടിച്ചു വെച്ച് ച അന്യം വേറൊരുത്തനെ ഉരസാനി മാറുകൊണ്ട് അബോധയത് ചതച്ചു, ഇടിച്ച് ചതച്ചു എന്നർത്ഥം അബോധയത്. അപ്പം ഒരുത്തനെ തലമുടിക്കുത്തിന് പിടിച്ചു അടിച്ചു കൊന്നു, വേറൊരുത്തനെ കഴുത്തിന് പിടിച്ചു ഞെക്കിക്കൊന്നു, മറ്റൊരുത്തനെ കാലുകൊണ്ട് പിടിച്ചു വെച്ചിട്ട് ഇടിച്ചു കൊന്നു, വേറൊരുത്തനെ വക്ഷസുകൊണ്ട് മാറുകൊണ്ട് ചതച്ചു കൊന്നു, ഇടിച്ച് ചതച്ചു കൊന്നു. ഏകം ജഗ്രാഹകേശേഷു ഗ്രീവായാമഥ ചാപരം പാദേന ആക്രമ്യ ചൈവാന്യം ഉരസാന്യം അബോധയത്. ഇവിടെ ഒരു അസുരനെ തലമുടിക്ക് പിടിച്ച് ചുഴറ്റി എറിഞ്ഞു കൊന്നു, വേറൊരുവനെ കഴുത്തിൽ ഞെക്കിക്കൊന്നു, വേറൊരുവനെ കാലുകൊണ്ട് ചവിട്ടിയും അന്യനെ നെഞ്ചുകൊണ്ട് തകർത്തും കൊന്നു, നെഞ്ചുകൊണ്ട് ഇങ്ങനെ ഇടിച്ചും കൊന്നു എന്ന് അടുത്ത ശ്ലോകം. തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി തഥാസുരൈഹി മുഖേന ജഗ്രാഹരുഷ ദശനൈർമഥിതാന്യപി. തൈഹി എന്ന് പറഞ്ഞാൽ അവരെ, തൈഹി മുക്താനി അവർ മുക്തം ചെയ്തു. മുക്ത എന്ന് പറഞ്ഞാൽ പ്രയോഗിച്ച. തൈർമുക്താനി അവർ പ്രയോഗിച്ച ച അസ്ത്രാണി ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും. ശസ്ത്രം എന്ന് പറയുന്നത് കൈ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതും, അസ്ത്രം എന്ന് പറഞ്ഞത് കയ്യിൽ നിന്ന് വിട്ട് ചെയ്യുന്നതും. അസ്ത്രം എയ്യുവാണ്, ശസ്ത്രം കയ്യിൽ പിടിച്ച് ചെയ്യുന്ന. അപ്പം ശസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പിന്നെ എന്താ പറഞ്ഞ ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത് ശസ്ത്രം കയ്യിൽ പിടിച്ച അതിനെ ശസ്ത്രം എന്ന് പറയും. മറ്റേത് അസ്ത്രം. അപ്പം മഹാസ്ത്രാണി തൈഹി മുക്താനി ച ശസ്ത്രാണി മഹാ അസ്ത്രാണി തഥാ അസുരൈഹി മുഖേന ജഗ്രാഹ പിടിച്ചു. മുഖം കൊണ്ട്. രുഷ എന്ന് പറഞ്ഞാൽ രോഷത്താൽ, ദശനൈഹി പല്ലുകളെ, മഥിതാൻ അഭി. അപ്പോൾ തൈഹി മുക്താനി ച ശസ്ത്രാണി മഹാ അസ്ത്രാണി തഥാ അസുരൈഹി
തഥാസുരൈഹി ഒന്നിച്ച്, മഹാസ്ത്രാണി ഒന്നിച്ച്, മഹാസ്ത്രാണി മഹാസ്ത്രാണി, തഥാസുരൈഹി തഥാസുരൈഹി, മുഖേന ജഗ്രാഹ രുഷാ ദശനൈർമഥിതാന്യപി, ദശനൈഹി മഥിതാനി അപി, ദശനൈർമഥിതാന്യപി, തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി തഥാസുരൈഹി, മുഖേന ജഗ്രാഹ രുഷാ ദശനൈർമഥിതാന്യപി. തൈഹി അവർ മുക്താനി അവർ വിട്ട ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ആ അസുരന്മാരാൽ ദേവിയുടെ നേരെ പ്രയോഗിച്ച അസ്ത്രങ്ങളും ശസ്ത്രങ്ങളുമെല്ലാം മുഖം കൊണ്ട് പിടിച്ച് എന്ന് പറഞ്ഞാൽ വായിലേക്ക് തന്നെ അങ്ങ് സ്വീകരിച്ചു. ദേവിയുടെ വായിലേക്ക് ആയുധങ്ങളെല്ലാം കോപത്താൽ, കോപം രുഷ എന്ന് പറഞ്ഞിട്ടുണ്ട്, രുഷം രോഷത്താൽ പല്ല് കടിച്ചുകൊണ്ട്, അതായത് ദശനൈഹി എന്ന് പറഞ്ഞാൽ പല്ലുകളെ മഥിതാന്യപി, പല്ലുകൾ കൊണ്ട് കടിച്ചു പൊട്ടിച്ചു. ദേഷ്യം വന്നിട്ട് ദേവി അവർ വിട്ട എല്ലാ അസ്ത്രശസ്ത്രങ്ങളെയും പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ, കടല കുറിക്കുന്ന പോലെ കുറിച്ചു കൊണ്ടിരുന്നു എല്ലാം. അതാണ് തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി മഹാസുരൈഹി, മുഖേന ജഗ്രാഹരുഷ ദശനൈർമഥിതാന്യപി. അതായത് മഹാസുരന്മാരെല്ലാം പ്രയോഗിക്കുന്ന എല്ലാ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളുമെല്ലാം ദേവി കോപം കൊണ്ട് വാ പിളർന്ന്, അപ്പോൾ ദേവിയുടെ വായ എത്ര വലുതായിരിക്കും നോക്കോ, വായ പിളർന്ന് വായിലാക്കുകയും അവയെല്ലാം കടിച്ച് ചവച്ച് കളയുകയും ചെയ്തു. അവരെയൊക്കെ കടിച്ച് ചവച്ച് തിന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം, ബലിനാം തദ്ബലം സർവം അസുരാണാം ദുരാത്മനാം മമർദ്ദ അഭക്ഷയച്ചാന്യാൻ അന്യാം ശതാടയത്തഥാ. ഇവിടെ പിരിക്കാനുണ്ട്. ബലിനാം തത് ബലം സർവം അസുരാണാം ദുരാത്മനാം മമർദ്ദ അഭക്ഷയത് ച അന്യാൻ, മമർദ്ദാഭക്ഷയ ചാന്യാൻ എന്നൊന്നിച്ച്, മമർദ്ദ അഭക്ഷയത് ച അന്യാൻ, മമർദ്ദാഭക്ഷയ ചാന്യാൻ എന്ന് ഒന്നിച്ച്. അന്യാൻ ച അതാടയത് തഥ, അന്യാൻ ച അതാടയത് തഥ, അന്യാംശ്ചാതാടയത് തഥ എന്നൊന്നിച്ച്. അപ്പോൾ ബലിന എന്ന് ഇവിടെ ആദ്യത്തെ ബലിന എന്ന് പറഞ്ഞ ബലവാന്മാരായ, തത് ബലം, ഈ ബലം സൈന്യം എന്നർത്ഥം. അവരുടെ ബലത്തെ, അവരുടെ സൈന്യത്തെ, സർവം മുഴുവൻ, സൈന്യത്തെ മുഴുവൻ, അസുരാണാം ദുരാത്മന ദുഷ്ടന്മാരായ അസുരന്മാരെ, മമർദ്ദ എന്ന് പറഞ്ഞാൽ മർദ്ദിച്ച്, അഭക്ഷയത് എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ച്, ച അന്യാൻ വേറെ ചിലരെ, അന്യാൻ ച അതാടയത് വേറെ ചിലരെ ഇടിച്ച് കൊന്നു. തഥ അപ്രകാരം ചിലരെയൊക്കെ അടിച്ചും ഇടിച്ചുമൊക്കെ കൊന്നു. പിന്നെ അവരുടെ ബലവാന്മാരായ ആ ബലത്തെ മുഴുവനും ദുഷ്ടന്മാരായ അസുരന്മാരെയും മർദ്ദിച്ച് ഭക്ഷിച്ചു. വേറെ ചിലരെ അടിച്ചു കൊന്നു, ഇടിച്ചും കൊന്നു. അതാടയത്, താടിക്കുക എന്ന് പറഞ്ഞാൽ അടിക്കുക, ഇടിക്കുക എന്നൊക്കെ അർത്ഥം. ബലിനാം തദ്ബലം സർവം അസുരാണാം ദുരാത്മനാം മമർദ്ദാഭക്ഷയച്ചാന്യാൻ അന്യാം ശതാടയത്തഥാ. ബലവാന്മാരും ദുഷ്ടന്മാരുമായ അസുരന്മാരുടെ സൈന്യത്തെ മുഴുവനും ദേവി മർദ്ദിച്ചു. മറ്റ് ചിലരെ ഭക്ഷിച്ചു, വേറെ ചിലരെ അടിച്ചു കൊന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം, അസിന നിഹത കേചിത് ഖഡ്വാംഗതാഡിതാഹ ജഗ്മോർ വിനാശമസുരാഹ
ദന്താഗ്രാഭിഹതാസ്തഥാ. അസിന, അസി എന്ന് പറഞ്ഞാൽ വാള്. അസിന നിഹതാഹ കേചിത്, കേചിത് ഖഡ്വാംഗതാഡിതാഹ, ഖഡ്വാംഗതാഡിതാഹ. ജഗ്മുഹു വിനാശം അസുരാഹ, ജഗ്മൂർവിനാശം അസുരാഹ. ദന്താഗ്രാഭി ഹതാഹ തഥ, ദന്താഗ്രാഭിഹത തഥ ഒന്നിച്ചാകുമ്പോൾ ദന്താഗ്രാഭിഹതാസ്തഥ എന്ന് വരും. സന്ധി നിയമമാണ്. അഭിഹതാഹ തഥ എന്ന് വരുമ്പോൾ ആ വിസർഗം കഴിഞ്ഞ് ത എന്ന വ്യഞ്ജനാക്ഷരം വരുന്നതുകൊണ്ട് അവിടെ തായ്ക്ക് മുമ്പ് സായുടെ സൗണ്ട് വരും. അപ്പം അസിന നിഹത കേചിത്, അസിന വാളിനാൽ, നിഹതാഹ കൊല്ലപ്പെട്ടു, കേചിത് കുറേ പേര്, പിന്നെ കേചിത് കുറച്ച് ചിലർ, ഖഡ്വാംഗതാഡിതാഹ, ഖഡ്വാംഗം എന്നുള്ള ആയുധം ഒരു വടിയാണ്. അതിൻ്റെ അറ്റത്തൊരു മുഴയുള്ള ആണിയോ എന്തെങ്കിലും ഒരു ഇത് കാണും. അങ്ങനെയുള്ള ഒരു വടിയാണ് ഈ ഖഡ്വാംഗം, ഒരായുധ. അതുകൊണ്ട് അടിച്ചു കൊന്നു. മറ്റ് ചിലരെ ജഗ്മുഹു, മറ്റ് ചിലരെ വിനാശം അസുരാഹ, അസുരന്മാരുടെ വിനാശത്തിനായി. ദന്താഗ്രാഭിഹതാസ്തഥ, ദന്തം കൊണ്ട് പല്ലുകൊണ്ട് കടിച്ച്. അതായത് ദേവി ചിലരെ വാളുകൊണ്ട് വെട്ടിയും മറ്റ് ചിലരെ ഖഡ്വാംഗമെന്ന ആയുധം കൊണ്ട് അടിച്ചും മറ്റ് ചിലരെ ദന്താഗ്രം കൊണ്ടുള്ള മുട്ടൽ കൊണ്ടും കൊന്നൊടുക്കി. പല്ലുകൊണ്ട് കടിച്ചൊക്കെ കൊന്നു കാണും. അപ്പം എല്ലാവരെയും കൊന്നൊടുക്കി എന്നർത്ഥം. അസിന നിഹത കേചിത്, കേചിത് ഖഡ്വാംഗതാഡിതാഹ, ജഗ്മോർ വിനാശമസുരാഹ, ദന്താഗ്രാഭിഹതാസ്തഥാ. അടുത്ത ശ്ലോകം. ക്ഷണേന തദ്ബലം സർവം അസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോഭിദുദ്രാവ താം കാളീമതിഭീഷണാം. ക്ഷണേന തദ്ബലം സർവം, ക്ഷണേന തത് ബലം സർവം അസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡഃ അഭിദുദ്രാവ താം കാളീം അതിഭീഷണാം. ചണ്ഡഃ അഭിദുദ്രാവ, ചണ്ഡോഭിദുദ്രാവ, കാളീം അതിഭീഷണാം, കാളീം അതിഭീഷണം. ഇപ്പം ക്ഷണനേരം കൊണ്ട് അവരുടെ ബലം മുഴുവനും നശിച്ചു. അസുരന്മാരെല്ലാം കൊല്ലപ്പെട്ടു, നിപാതിതം കൊല്ലപ്പെട്ടു. അത് കണ്ടിട്ട് സൈന്യവും അവരുടെ അസുരന്മാരും എല്ലാവരും കൊല്ലപ്പെട്ടത് കണ്ടിട്ട്, അതായത് അസുരന്മാരുടെ മുഴുവൻ സൈന്യത്തെയും ക്ഷണനേരം കൊണ്ട് കൊന്നത് കണ്ടിട്ട് ചണ്ഡൻ ദേവിയുടെ നേരെ പാഞ്ഞെടുത്തു. താം എന്ന് പറഞ്ഞാൽ അവളുടെ, ആ ദേവി, ആ കാളിയായ ആ ചണ്ഡികാദേവിയുടെ നേരെ അതിഭീഷണമായിട്ട് ഓടിയെടുത്തു എന്ന് പറഞ്ഞാലോ. ക്ഷണേന തദ്ബലം സർവം അസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോഭിദുദ്രാവ താം കാളീമതിഭീഷണാം. ചണ്ഡഃ അഭിദുദ്രാവ, ദ്യുതം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ധാവത് എന്ന് പറഞ്ഞാൽ ഓടുക. അപ്പോൾ പെട്ടെന്ന് ഓടി വരുന്നതിനെ അഭിദുദ്രാവ എന്ന് പറഞ്ഞ്, പാഞ്ഞെടുക്കുക എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചണ്ഡോഭിദുദ്രാവ എന്ന് വന്നത്. ദുത് ധാവത് എന്നുള്ളതിൻ്റെ ഇതാണ് ദേറ വന്ന അവിടെ. ദൃഷ്ട്വാ ചണ്ഡോഭിദുദ്രാവ താം കാളീമതിഭീഷണാം. അസുരന്മാരുടെ സൈന്യം മുഴുവനും ദേവി ഒരു ക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിയിരിക്കുന്നത് കണ്ടിട്ട് സൈന്യാധിപതിയായി വന്നിരുന്ന ചണ്ഡൻ അതിഭീഷണയായി നിൽക്കുന്ന ദേവിയെ നോക്കി ദേവിയുടെ നേരെ ചെന്നു എന്നർത്ഥം. അപ്പം നമുക്കിത് ആദ്യം മുതൽ ഒന്നും കൂടി വായിക്കാം. തഥൈവ യോധം ദുരഗൈഃ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈഃ ചർവയന്തി അതിഭൈരവം. അതിൻ്റെ അർത്ഥം നോക്കാം.
അതുപോലെ യുദ്ധപരിശീലനം സിദ്ധിച്ച കുതിരകളോടും സാരഥിയോടും കൂടി രഥത്തെ ദേവി വായിലേക്ക് എടുത്തെറിഞ്ഞ് അതിഭയങ്കരമാവണ്ണം ചവച്ചരച്ചു. ഏകം ജഗ്രാഹകേശേഷു ഗ്രീവായാമഥ ചാപരം പാദേനാക്രമ്യ ചൈവാന്യം ഉരസാന്യം അബോധയത്. ഒരസുരനെ തലമുടിക്ക് പിടിച്ച് ചുഴറ്റിയെറിഞ്ഞു, വേറൊരുവനെ കഴുത്തിൽ ഞെക്കിക്കൊന്നു, വേറൊരുവനെ കാലുകൊണ്ട് ചവിട്ടിയും വേറൊരുത്തനെ നെഞ്ചുകൊണ്ട് തകർത്തും കൊന്നു. തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി തഥാസുരൈഹി മുഖേന ജഗ്രാഹരുഷ ദശനൈർമധിധാന്യപി. മഹാസുരന്മാർ പ്രയോഗിക്കുന്ന മഹാസ്ത്രങ്ങളും ശസ്ത്രങ്ങളുമെല്ലാം ദേവി കോപത്തോടെ വാ പിളർന്ന് വായിലേക്കാക്കുകയും അവയെല്ലാം കടിച്ചു ചവച്ച് കളയുകയും ചെയ്തു. ബലിനാം തദ്ബലം സർവം അസുരാണാം ദുരാത്മനാം മമർദ്ദാ ഭക്ഷയച്ചാന്യാൻ അന്യാം ശപാതയത്തഥാ. ബലവാന്മാരും ദുഷ്ടന്മാരുമായ അസുരന്മാരുടെ സൈന്യത്തെ മുഴുവനും ദേവി മർദ്ദിച്ച് മറ്റു ചിലരെ ഭക്ഷിച്ചു, വേറെ ചിലരെ അടിച്ചു കൊന്നു. അസിനാ നിഹതാ കേചിത് കേചിത് ഖഡ്വാംഗതാഡിതാഹ ജഗ്മോർവിനാശമസുരാഹ ദന്താഗ്രാഭിഹതാസ്തത. ദന്താഗ്രം പല്ലിൻ്റെ അറ്റം കൊണ്ട്, അഭിഹത എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ അറ്റം കൊണ്ട് കടിച്ചു എന്നർത്ഥം. അതിനെ ഹതാഹ തഥ ഹതാസ്തഥ സന്ധി നിയമമാണ് അവിടെ. ക്ഷണേന തദ്ബലം സർവം. ക്ഷണേന ക്ഷണനേരം കൊണ്ട് അവരുടെ ബലം മുഴുവനും, അസുരന്മാരുടെ സൈന്യം മുഴുവനും ദേവി ഒരു ക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിയിരിക്കുന്നത് കണ്ടിട്ട് സൈന്യാധിപതിയായി വന്നിരുന്ന ചണ്ഡൻ അതിഭീഷണയായി നിൽക്കുന്ന ദേവിയെ നോക്കി ദേവിയുടെ നേരെ ചെന്നു എന്നർത്ഥം. പിന്നെ എന്താ ചെയ്തതെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരേക്കും ഹരി ഓം. നാരായണ. സ്വാമി ശരണം. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം നമ ചണ്ഡികായൈ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി.